ഇന്നത്തെ വചനചിന്ത, ഉടഞ്ഞുപോയാലും ഉപേക്ഷിക്കാത്ത ദൈവം. യിരെമ്യാ പ്രവചന പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ, ഉടഞ്ഞുപോയാൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ദൈവകരത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുവാൻ തയ്യാറായാൽ കർത്താവ് ദൈവിക പദ്ധതിയിലേക്ക് മെനഞ്ഞെടുക്കുമെന്ന് കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവചന പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചന പ്രകാരം വായിക്കുന്നു. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിൻ്റെ മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. 121-ാം സങ്കീർത്തന പുസ്തകം 5-ാം തിരുവചന പ്രകാരം വായിക്കുന്നു. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. താങ്കളെ സഹായിക്കാമെന്ന് താങ്കൾ കരുതിയവർ അവർ നോക്കി നിൽക്കുമ്പോൾ, താങ്കൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, താങ്കൾ ഇന്നേ വരെ പ്രതീക്ഷിക്കാത്ത ചിലരെ താങ്കളെ സഹായിക്കുവാനായി സർവശക്തനായ ദൈവം താങ്കളുടെ അടുക്കലേക്ക് അയക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചന പ്രകാരം വായിക്കുന്നു. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗസമ്പത്ത് കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. താങ്കളെ സ്നേഹിച്ചവരും താങ്കളുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് താങ്കൾ കരുതിയവരും താങ്കളെ തള്ളിക്കളഞ്ഞു പോകുമ്പോഴും, താങ്കളെ കണ്ട, താങ്കളെ സ്നേഹിച്ച, താങ്കളുടെ മനസ്സ് തിരിച്ചറിഞ്ഞ, താങ്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും താങ്കളുടെ ഹൃദയത്തെ കണ്ട് സ്നേഹിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. 121-ാം സങ്കീർത്തന പുസ്തകം 7-ാം തിരുവചന പ്രകാരം വായിക്കുന്നു. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. തകർന്നുപോയ താങ്കളുടെ എല്ലാ അവസ്ഥകളെയും കർത്താവ് കാണുന്നുണ്ട്. താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലകളിൽ യേശു താങ്കൾക്കായി കരുതും. താങ്കൾക്കൊരു ഉയർച്ചയുണ്ട്. താങ്കൾക്ക് ലഭിച്ച വാഗ്ദത്തം തടയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. പതറരുത്, പിന്നോട്ട് പോകരുത്. താങ്കൾക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വച്ചിട്ടുണ്ട്. 66-ാം സങ്കീർത്തന പുസ്തകം 9-ാം തിരുവചന പ്രകാരം വായിക്കുന്നു. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. വചനം ശ്രവിക്കുന്ന താങ്കൾ പ്രതീക്ഷ അർപ്പിച്ച ചില വാതിലുകൾ അടയുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ ദൈവം തുറന്നു തരും. തകർച്ചയുടെ നടുവിൽ നിന്നും ദൈവം താങ്കളെ ഉയർത്തുക മാത്രമല്ല, താങ്കളുടെ കരം പിടിച്ച് എത്തിക്കേണ്ട സ്ഥാനത്ത് താങ്കളെ എത്തിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചന പ്രകാരം വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് നടക്കുക. കരുതുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരാതെ താങ്കൾ യാത്ര തുടരുക. യേശു താങ്കളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. താങ്കളുടെ ജീവിതത്തിലെ ഇന്നത്തെ തകർച്ചകളും പരാജയങ്ങളെയും ഇല്ലാതാക്കി ജയമാക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിശ്ചയമായും താങ്കളെ മാനിക്കും. ഉടഞ്ഞുപോയവനെ, തകർന്നുപോയവനെ ഉപേക്ഷിക്കുന്നൊരു ദൈവമല്ല. 34-ാം സങ്കീർത്തന പുസ്തകം 12-ാം തിരുവചനം വിളിച്ചു പറയുന്നു. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നുവെന്ന്. താങ്കളുടെ ഹൃദയം ഉടയപ്പെട്ടതാണോ? താങ്കളുടെ ജീവിതം തകരപ്പെട്ടതാണ്? കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ച കുശവൻ തനിക്ക് തോന്നിയതുപോലെ
മറ്റൊരു പാത്രമായി മെനഞ്ഞതുപോലെ ഈ ലോകത്തിൽ ഏറ്റവും വ്യത്യസ്തനായി ഒരു അഭിഷേകമുള്ള ഒരു വലിയ ദൈവിക പദ്ധതിക്കായി താങ്കൾ മെനയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവികത പ്രകാരം പൂർണ്ണമായും ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വചനം ശ്രമിക്കുന്ന ഏവരും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.